ഹലോ മൈ ബ്യൂട്ടിഫുൾ ലിലീസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക്ക് വന്നിട്ട് ഹാപ്പിനെസ് ടൂൾസിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഹാപ്പിനെസ്? നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നത് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണല്ലേ. നമുക്ക് എപ്പോഴാണ് ഹാപ്പിനെസ് ലഭിക്കുക? നമ്മുടെ നീഡ് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുമ്പോഴാണ്. നമുക്ക് അടിസ്ഥാനപരമായിട്ട് ബേസിക് നീഡുകളുണ്ട്, അതിന് പുറമെ ഒരുപാട് നീഡുകളുണ്ട്. നമ്മുടെ ഓരോ നീഡുകളും സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹാപ്പിനെസ് ലഭിക്കുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഹാപ്പിനെസ്സിൻ്റെ ടൂളാണ്. കുറച്ച് ടൂളുകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഹാപ്പിനെസ് ടൂൾ എന്താണെന്ന് പറയാം. ഒന്നാമത്തെ ഹാപ്പിനെസ് ടൂളാണ് എൻജോയ് ക്രിയേറ്റിവിറ്റി ആൻഡ് നാച്ചർ എന്നുള്ളത്. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു ചിന്തയാണ്, നമ്മൾ നാച്ചറിനെയും അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റിയെയും ഒക്കെ എൻജോയ് ചെയ്യാറുണ്ടല്ലോ എന്നുള്ളത്. പക്ഷേ ഇത് മൈൻഡ്ഫുൾനെസ്സോട് കൂടി ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. എന്താണ് മൈൻഡ്ഫുൾനെസ്? വളരെ ഷോർട്ടായി പറഞ്ഞാൽ സത്യത്തിൽ അതിന് കൃത്യമായ മലയാളം മീനിങ് പറയുക പ്രയാസമാണ്. എങ്കിലും ശ്രദ്ധാപൂർണത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളൊരു സ്ഥലത്തിരുന്ന് ചായ കുടിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ഇരിക്കുന്ന സമയത്തുള്ള നമ്മുടെ ശരീരഭാഗം ഇരിപ്പിടത്തിൽ ടച്ച് ചെയ്യുമ്പോഴുള്ള ഫീലിംഗ്, അതിന് നമ്മൾ ശ്രദ്ധിക്കുക. ചായയുടെ കപ്പ് പിടിക്കുമ്പോൾ ആ ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്ത ഒരു ഫീലിംഗ് ഇല്ലേ, അതിൻ്റെ ചൂട് നമ്മൾ ഫീൽ ചെയ്യാൻ ശ്രമിക്കുക. ചായക്കപ്പിൽ നോക്കി അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള ഓരോ പോയിൻറ്റിനെയും നമ്മൾ ഡീപ്പായ തലത്തിൽ ശ്രദ്ധിക്കുക. ഇതിനെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും ചുരുങ്ങിയ രൂപം. ഒരു പനിനീർ പുഷ്പത്തിനെ നമ്മൾ എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ്സോടുകൂടെ എൻജോയ് ചെയ്യുക? പനിനീർ പുഷ്പത്തിൻ്റെ ഓരോ ഇതളുകൾ, അതിൻ്റെ മൃദുലത, അതിൻ്റെ മനോഹരമായ ഡിസൈനിങ്, മനോഹരമായ നിറം, അത് നിൽക്കുന്ന രൂപം, അതുപോലെ അത് നൽകുന്ന സുഗന്ധം, ഇതിലൊക്കെ ശ്രദ്ധിച്ച് അതിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുക. ഇതിനാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുക. ഈ മൈൻഡ്ഫുൾനെസ്സോടുകൂടെ നമ്മളൊരു ക്രിയേറ്റിവിറ്റിയിൽ ഇടപെടുമ്പോൾ തീർച്ചയായും അവിടെ എൻജോയ്മെൻ്റ് ഉണ്ടാവുന്നു. ഉദാഹരണത്തിന് നമ്മളൊരു ശില്പം പണിയുന്ന സമയത്ത് അതിൻ്റെ ഓരോ പോയിൻറ്റും വളരെ ശ്രദ്ധാത്മകമായി നോക്കിയാൽ ഓരോ പോയിൻറ്റുമായിട്ടാണ് അതിൻ്റെ മനോഹാരിത കിടക്കുന്നത് അല്ലേ. നമ്മൾ ചില പള്ളികളിൽ അല്ലെങ്കിൽ ചില അമ്പലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കൊത്തുപണികളൊക്കെ കാണാൻ പറ്റും. ഈ കൊത്തുപണികളുടെ വർക്ക് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കറിയാൻ പറ്റും, വളരെ ചെറിയ തലത്തിൽ മൈന്യൂട്ടായ വർക്കുകളായിരിക്കും അതിനെ മനോഹരമാക്കുന്നത്. അതില്ലെങ്കിൽ അതിൻ്റെ മനോഹാരിത നഷ്ടമാവും. ഒരു മൈൻഡ്ഫുൾനെസ് ഉള്ള വ്യക്തിക്കാണ് മനോഹരമായ ശില്പിയാവാൻ സാധിക്കുകയുള്ളൂ. ഇതേപോലെ നമ്മൾ പ്രകൃതിയെ ഒന്ന് എൻജോയ് ചെയ്ത് നോക്കൂ, നമുക്ക് നല്ല ഹാപ്പിനെസ് ഉണ്ടാവും. നമ്മൾ പല സ്ഥലത്തും പോകുന്നുണ്ട്, പലതും കാണുന്നുണ്ട്, ആസ്വദിക്കുന്നുമുണ്ട്. ഇനി മൈൻഡ്ഫുൾനെസ്സോടുകൂടെ ഈ കാര്യങ്ങളൊന്ന് ചെയ്തു നോക്ക്. ഈ രൂപത്തിൽ നിങ്ങൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അത് ശീലമാക്കുമ്പോൾ നമുക്ക് വളരെ വലിയ തലത്തിൽ സൈക്കോളജിക്കൽ ബെനഫിറ്റ് ഉണ്ടാവുകയും അത് നമ്മുടെ മാനസിക ആരോഗ്യത്തിന് നല്ല സ്ട്രെങ്ത് ലഭിക്കുകയും ചെയ്യുന്നു. ഒരു ഉദാഹരണത്തിന് നമ്മൾ ഒരു ചിത്രരചന അല്ലെങ്കിൽ ആർട്ട് പോലെയുള്ള ചില സംവിധാനങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, അത്തരം വിഷയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് തന്നെ മാറുകയാണ്. ഒരുപാട് കലുഷിതമായ ഒരവസ്ഥയിൽ നിന്ന് നമ്മുടെ മനസ്സ് മാറി നമ്മൾ മറ്റൊരു തലത്തിലാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ കാണുന്ന ആ ഒരു പിക്ചർ ശരിക്കും ആസ്വദിക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ നമ്മുടെ ബ്രെയിനിൽ പ്രോഗ്രാമിംഗ് ചെയ്ത പോസിറ്റീവായ ഒരുപാട് ഉത്തേജനങ്ങൾ നമുക്കുണ്ടാവും. ഓപ്പോസിറ്റ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് എൻജോയ് ക്രിയേറ്റിവിറ്റി ആൻഡ് നാച്ചർ ഇൻ മൈൻഡ്ഫുൾനെസ്. നമ്മൾ മൈൻഡ്ഫുൾനെസ്സോടുകൂടെ തന്നെ എൻജോയ് ക്രിയേറ്റിവിറ്റി ആൻഡ് നാച്ചർ എന്നുള്ളത് കൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. മറ്റ് ഹാപ്പിനെസ് ടൂളുകൾ വരും വീഡിയോകളിലായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.